അപ്പൊ ഇന്ന് രാവിലെ നിങ്ങളെ പോലെയുള്ള വളരെ എന്താ പറയാ എൻലൈറ്റൻഡ് ആയിട്ടുള്ള ടാലന്റഡ് ആയിട്ടുള്ള ഒരു ടീം ഓഫ് സ്റ്റുഡൻസിനെ അറ്റൻഡ് ചെയ്യാൻ എന്നെ ക്ഷണിച്ച അനിൽ സാറിനും നിഷ ടീച്ചർക്കും എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഇന്നത്തെ സെഷൻ തുടങ്ങാം. ടീച്ചർ നേരത്തെ വിശേഷിപ്പിച്ച പോലെ മോട്ടിവേഷൻ സെഷൻ. ആക്ച്വലി ആ പേരിനെ മാറ്റി മറിക്കേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. I believe nobody can motivate you from outside through words. Sometimes somebody can motivate you through their life. വാക്കുകളുടെ മാസ്മരികത കൊണ്ട് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ ഞാൻ ശ്രമിച്ചാൽ ഈ ഒരു മണിക്കൂർ കഴിയുമ്പോൾ വെറും നിരാശയായിരിക്കും എനിക്ക് ഫലം. ഒരുപക്ഷെ എനിക്ക് നിങ്ങളെ എവറസ്റ്റോളം ഉയർത്താൻ കഴിഞ്ഞേക്കാം. ആ ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഐസ് ഉരുക്കി ആ എവറസ്റ്റിന്റെ താഴേക്ക് വരുന്നതോടൊപ്പം നിങ്ങളുടെ മോട്ടിവേറ്റഡ് മൈൻഡും താഴേക്കുള്ള കുതിപ്പ് തുടരുന്നുണ്ടാകും. ഒരുപക്ഷെ ഒരു മാസം നീണ്ടു നിന്നേക്കാം താഴെ എത്താനുള്ള പതനത്തിൽ ഒരു മാസം എടുത്തേക്കാം. ചിലപ്പോൾ വെറും ആഴ്ച മതിയാക്കാം. ചിലർക്കത് ചെറിയ ചില മിനിറ്റുകൾ കൊണ്ട് തന്നെ ഡൗൺ ടു എർത്ത് ആയിട്ടുണ്ടാവാം. ആ ടീച്ചർ പറഞ്ഞപ്പോ ഞാൻ ഇടയ്ക്കോ തൊട്ടടുത്ത നിമിഷം ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചേക്കാം. നമ്മൾ അങ്ങനെ മനസ്സിലെങ്കിലും തോന്നിയേക്കാം. അതുകൊണ്ട് തന്നെ ഒരു മോട്ടിവേഷനുള്ള ശ്രമമേ ഇല്ല. ജസ്റ്റ് നമ്മൾ പറയില്ലേ, ഒന്ന് കുലുക്കിയോണർത്താം. ഉറങ്ങിക്കിടക്കുന്ന ഒരു പറ്റും കുട്ടികളാണ് എന്റെ മുന്നിലുള്ളതെന്ന് ഞാൻ പറയുന്നത്. നിങ്ങളുടെ മുന്നിൽ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും ഫിസിക്കൽ ഉറക്കമല്ല ഞാൻ പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ കോവിഡ് വന്ന ഏകദേശം ഒരു വർഷത്തിലധികമായി. ഇത്രയും കാലമായിട്ട് നമ്മൾ എവിടെയൊക്കെയോ ഒന്ന് ഉറങ്ങിപ്പോയിട്ടില്ലേ എന്ന് സ്വയം ചിന്തിച്ചു നോക്കുക. സ്കൂളിലേക്ക് പഠിക്കുന്നുണ്ടാവും, നമ്മള് പോകുന്നുണ്ടാവും, നമ്മള് ക്ലാറ്റിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും. നമുക്ക് നമ്മളുടെ മുഴുവൻ എന്തൂസിയാസവും എവിടെയോ കൈമോശം വന്നിട്ടില്ലേ? ഒരു പരിധി വരെ നമ്മുടെ ഈ വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ള ഒരു അന്വേഷണം. ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയതല്ലോ, പല കുട്ടികളും +1 +2 ആവുമ്പോ എനിക്ക് IIT എത്തണം, എനിക്ക് IIM എത്തണം, എനിക്ക് NIT എത്തണം, എനിക്ക് എയിംസിൽ എത്തണം, ജിപ്മറിൽ എത്തണം എന്നൊക്കെ ആഗ്രഹിക്കുകയും അവിടങ്ങളിലൊക്കെ എത്തിച്ചേരുകയും ചെയ്ത കുറച്ച് കുട്ടികളിൽ നടത്തിയ ഒരു ചെറിയ അൺഒഫീഷ്യൽ സർവേ. ഇതിൽ നിന്നും ഞാൻ കണ്ടെത്തിയത് വളരെ ദയനീയമായ കുറച്ച് കാര്യങ്ങളാണ്. വളരെ ആകാംക്ഷയോടുകൂടി, വളരെ പ്രതീക്ഷയോടുകൂടി IIT-യിൽ 3-4 വർഷം, നിങ്ങൾക്കറിയാം IIT-യിൽ പ്രവേശനം കിട്ടണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 1000 റാങ്കിനുള്ളിൽ നിങ്ങൾ വരണം. അതായത് ഇന്ത്യയിലെ ഏറ്റവും ബ്രൈറ്റസ്റ്റ് ആയിട്ടുള്ള കുട്ടികളോട് കൂട്ടിയിട്ട് നമ്മൾ ആ ടോപ്പ് ലെവലിൽ എത്തിയാലാണ് IIT-യിൽ നമുക്ക് പ്രവേശനം കിട്ടുന്നത്. അതിന്റെ തൊട്ട് താഴെയുള്ളവരാണ് NITs-ൽ എത്തുന്നത്. അതുപോലെ മെഡിക്കൽ രംഗത്ത് ഏറ്റവും സ്മാർട്ട് ആയിട്ടുള്ള, ഏറ്റവും നല്ല പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആയ എയിംസ്, ജിപ്മർ പോലെയുള്ള, അല്ലെങ്കിൽ ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജസ് പോലുള്ള സ്ഥലങ്ങളിൽ എത്തിപ്പെടുന്നത് വെറുതെ പോണ വഴിക്ക് നിങ്ങളെ പിടിച്ച് കയറ്റൊന്നുമില്ല. നിങ്ങൾ അംബീഷ്യസ് ആണ്, നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്ന് വിചാരിച്ചു ആരെങ്കിലും പോകുന്ന വഴിക്ക് നിങ്ങൾ അവിടെ കയറ്റില്ല. എന്താ ചെയ്യുന്നത്? നന്നായിട്ട് ഉറക്കം വിളച്ച് പഠിച്ചവരാണ് അവിടേക്ക് എത്തുന്നത്. പക്ഷേ വളരെ നിരാശാജനകം എന്ന് പറഞ്ഞേ പറ്റൂ. ഇങ്ങനെ വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തിയ കുട്ടികളിൽ പലരും കോഴ്സ് കഴിഞ്ഞതിന് ശേഷം പറയാണ്, this is not my way, this is not my passion, this is not my profession. പിന്നെ നീ എന്തിന് അവിടേക്ക് പോയി എന്ന ചോദ്യത്തിന് അത് അന്തമില്ലാത്ത പ്രായത്തിൽ ചെയ്ത ഒരു അബദ്ധം എന്ന് വിശേഷിപ്പിക്കുന്ന 1, 2, 3 അല്ല, ഒരു പറ്റും കുട്ടികൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇതിന്റെ അർത്ഥം നിങ്ങൾ ആരും ക്ലാറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ട എന്നല്ല. തീരുമാനമെടുക്കുന്നതിന് മുമ്പ് 1 അല്ല 2 അല്ല 1000 വട്ടം നിങ്ങൾ ചിന്തിക്കുക. പക്ഷേ once you take the decision,
never step back. അത് വീരന്മാരുടെ ലക്ഷ്യമല്ല. ചിന്തിക്കാൻ നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ ഫ്ലാറ്റ് ആണോ എന്റെ ലക്ഷ്യം? ഇത് നിങ്ങൾ 1000 തവണ ചിന്തിച്ചു നോക്കുക. അതിനുള്ള ഉത്തരം കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങളുടെ ബഹുമാനപ്പെട്ട ടീച്ചറും സാറും ഒക്കെ വിചാരിച്ചാൽ, ഞങ്ങൾ കൂട്ടമായി വിചാരിച്ചാൽ, എനിക്ക് തോന്നുന്നു ഈ ക്ലാസ്സുകളിൽ അപ്പുറത്തേക്ക് ഫ്ലാറ്റ് കഴിഞ്ഞ് ന്യൂആൻസിലൊക്കെ പ്രവേശനം കിട്ടിയ അല്ലെങ്കിൽ NLU പോലുള്ള യൂണിവേഴ്സിറ്റീസിൽ പ്രവേശനം കിട്ടിയ കുട്ടികളെ ഇവിടെ കൊണ്ടുവരണം. അവരുമായി നിങ്ങൾ സംസാരിക്കണം. അവരുടെ അനുഭവങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യണം. യമുന മേനോൻ പോലെയുള്ള അങ്ങനെ പഠിക്കുന്ന കുട്ടികൾക്ക് ഇതാ ഈ തൊട്ടടുത്ത് MSD ഇറക്കത്തില് ഒരു കുട്ടിയുണ്ട്, ന്യൂആൻസ് എറണാകുളത്ത് പഠിക്കുന്ന കുട്ടിയാണ്. നമ്മുടെ കരിയർ ഫാമിലിയിലുള്ള ഒരു ടീച്ചറുടെ മോളാണ്. നമുക്ക് സമയം കിട്ടുകയാണെങ്കിൽ ഇതുപോലെ നിങ്ങൾ ഇരിക്കുമ്പോൾ ഒരു ദിവസം ആ കുട്ടിയെ നമ്മളിവിടെ കൊണ്ടുവരണം. ചോദിക്കണം നമ്മള് വാട്ട് ഈസ് ന്യൂആൻസ്, എന്തൊക്കെയാണ് അവിടെ കിട്ടുന്നത് നമ്മൾ അറിയണം. എന്നിട്ട് നിനക്ക് തോന്നുകയാണ് യെസ് ഐ ഷുഡ് ബി ദർ, പിന്നെ ചിന്തിക്കാനേ പാടില്ല. കാരണം then you have taken your decision. പിന്നെ മുന്നോട്ട് മാത്രമേ ചിന്തിക്കാവൂ. പലപ്പോഴും പിൻവിളികൾ ഒരുപാടുണ്ടാവാം. ഈ ബന്ധം വിചാരിച്ച് ഫ്ലാറ്റിൽ പോയി എന്തോ ആക്കാന്നാ ഇങ്ങനെ ചോദിക്കാൻ ചിലപ്പോ. അല്ലെങ്കിലോ അല്ല മോളെ നീ എന്താ വിചാരിച്ച് കല്യാണം കഴിഞ്ഞിട്ടേക്ക് പോകാൻ നിന്നെ 5 കൊല്ലം അവിടെ കണ്ടിന്യൂ ചെയ്യാൻ സമ്മതിച്ചില്ലെങ്കിൽ നീ എന്ത് ചെയ്യും എന്നാ വേണ്ടല്ലമ്മ. അതായത് ആരെങ്കിലും ഒന്ന് പറയുമ്പോഴേക്കും നമ്മൾ നല്ല ഏറ്റവും എളുപ്പമുള്ള പണിയാണ് എനിക്ക് പോരാറുള്ളത്. മുന്നോട്ട് നടക്കാൻ നല്ല പവർ വേണം. ഒരുപാട് കാര്യങ്ങളെ, ഒരുപാട് ആളുകളെ, ഒരുപാട് അഭിപ്രായങ്ങളെ പകഞ്ഞു മാറ്റിക്കൊണ്ട് വേണം നമ്മൾ എവിടെ എത്താൻ, മുന്നോട്ട് നടക്കാൻ. ഇതിന് നമുക്കൊക്കെ പറ്റും. അതിനുള്ള 1-2 ചെറിയ ഉദാഹരണങ്ങൾ മാത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഹാവ് യു ഹെർഡ് അബൌട്ട് മലാവത് പൂർണ്ണ? മലാവത് പൂർണ്ണ ഇപ്പൊ കേട്ടോളൂ. The youngest girl who conquered Everest in the very early age of 13. വെറും 13ാമത്തെ വയസ്സില് എവറസ്റ്റിന്റെ നെടുമുകയിൽ കൊണ്ടുപോയി ഇന്ത്യൻ പതാക പാറിച്ച പെൺകുട്ടി. ആന്ധ്രാപ്രദേശിലെ ഒരു കുഗ്രാമത്തിൽ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ, 3 നേരം ഭക്ഷണം പോലും ഇല്ലാതെ, കൃത്യമായ വിദ്യാഭ്യാസത്തിന് യാതൊരു മാർഗവും ഇല്ലാതെ ജീവിച്ചൊരു പെൺകുട്ടി സ്വാരോസ് എന്ന് പറയുന്ന സോഷ്യൽ വെൽഫെയർ ബോർഡിന്റെ സ്കൂളിൽ എത്തുകയും അവിടെ നിന്ന് ഒരു അധ്യാപകൻ ചോദിക്കുകയാണ്, ഇതിൽ ആർക്കെങ്കിലും സ്വന്തമായ ഒരു ഡ്രീം ഉണ്ടോ? ഈ മലയോരത്ത് താമസിക്കുന്ന യാതൊരു എക്സ്പോഷറും ഇല്ലാത്ത കുട്ടികളെല്ലാം വിചാരിച്ചിട്ടാണ് ഇദ്ദേഹം ഈ ചോദ്യം ചോദിക്കുന്നത്. ഉടനെ 100ഓളം കുട്ടികൾ നിരന്നു നിൽക്കുന്നതിൽ നിന്നും ഏറ്റവും പുറകിൽ നിൽക്കുന്ന മെലിഞ്ഞുണങ്ങിയ ഒരു കൊച്ചു പെൺകുട്ടി എന്തോന്ന് വിളിച്ചു പറയുന്നുണ്ടാവും. സാർ പറഞ്ഞു, ആരോ ഒരാൾ പറയുന്നുണ്ടല്ലോ, ആ ശബ്ദം തീർച്ചയായിട്ടും കേൾക്കും. 100 ആളുണ്ടെങ്കിലും ശരിയായ മോഡുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നുകിൽ ആരും കണ്ടില്ല, അല്ലെങ്കിൽ ഒരാളെ കണ്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒച്ച കേട്ടു. അദ്ദേഹം ചോദിച്ചു, ശബ്ദം കേൾക്കുന്നില്ല. അതുകൊണ്ട് നിനക്ക് അത്ര വലിയൊരു ഡ്രീം ഉണ്ടെങ്കിൽ don't you come into the front and declare it before the assembly. ഉടനെ എല്ലാവരും തള്ളി മാറ്റിക്കൊണ്ട് ഒരു കൊച്ചു പെൺകുട്ടി ഓടി വന്നു. സാറിന്റെ കയ്യിലുള്ള മൈക്ക് പിടിച്ചെടുത്ത് കുട്ടികളോട് പറഞ്ഞു, Respected sir and my dear friends, I want to conquer Everest. എല്ലാവരും കൂടെ എന്ത് ചെയ്തിട്ടുണ്ടാവും? നോർമൽ ക്ലാസ് റൂം ആണെങ്കിൽ ചിരിച്ചുണ്ടാവും, ഇഷ്ടംപോലെ പുച്ഛം കൊടുത്തുണ്ടാവും ഒരു നോട്ടത്തിലൂടെ, അല്ലേ? ഉടനെ അവൾ പറഞ്ഞു, Why you are laughing guys? I want to conquer Everest and one day I will conquer Everest. Don't laugh at me. Don't laugh at me like this. I will reach there one day. Sarah കുട്ടിയെ ചേർത്ത് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, Definitely I will be with you till you reach the top of Everest. ആ അധ്യാപകന്റെ ഒരു മോട്ടിവേഷനിൽ അല്ലെങ്കിൽ ഒരു സഹായത്തോടുകൂടി, ഇതിന് ഒരുപാട് പണിയുണ്ട്. അവിടെ എത്തണമെങ്കിൽ ഫിസിക്കലി വെൽബിലിറ്റി ആയിരിക്കണം, കുറെ കണ്ടീഷൻസ് ഉണ്ട്. എല്ലാം കഴിച്ചു. 8ാം വയസ്സിലാണ് ഈ കുട്ടി പറഞ്ഞത് ഐ വാണ്ട് ടു കോൺകർ എവറസ്റ്റ്. 13ാമത്തെ വയസ്സിലാണ് ഈ കുട്ടി എവറസ്റ്റിന്റെ നെറുകയിൽ എത്തിച്ചേർന്നത്. സ്കോളിയോസിസ് എന്ന് പറയുന്ന നട്ടല് വളയുന്ന ഒരു അസുഖമുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, നിങ്ങളുടെ ഈ പ്രായത്തിൽ നമ്മുടെ ഫിസിക്, ബോഡി, ലുക്ക്, അല്ലേ, ഇതിനൊക്കെ വല്ലാതെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത്
സമയത്തെല്ലാം ഇറാസിങ്കാള് ഈ അസുഖം കാരണം ബോഡിയാകെ സൃഷ്ടിച്ചു വന്നു, കൈയൊക്കെ മെലിഞ്ഞ് കാലെല്ലാം മെലിഞ്ഞുണങ്ങി, വിചാരിച്ച രീതിയിലൊന്നും നടക്കാൻ പറ്റുന്നില്ല, ആകെ വിഷമിച്ചു നിൽക്കാണ്. എങ്കിലും എഞ്ചിനീയറിംഗ് കഴിഞ്ഞു, നല്ലൊരു കമ്പനിയിൽ പ്ലേസ്ഡ് ആയി. അതിനുശേഷമാണ് അവൾ അമ്മയോട് പറയുന്നത്, മാം, ഐ വാണ്ട് ടു ബിക്കം ആൻ IAS ഓഫീസർ. അതുവരെ കൂടെ ഉണ്ടായിരുന്ന അമ്മയ്ക്കും ഒരു സംശയം, മോളെ നിന്നെ കൊണ്ട് കഴിയൂ, ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്, ഒരുപാട് പ്രിപ്പയർ ചെയ്യേണ്ടി വരുന്നേ. അവൾ പറഞ്ഞു, യെസ്, ഐ ക്യാൻ ഡു ഇറ്റ്. Then mother supported her. നന്നായിട്ട് സപ്പോർട്ട്. ആദ്യത്തെ തവണ തന്നെ IRS, ഇന്ത്യൻ റവന്യൂ സർവീസസ് കിട്ടി കഴിഞ്ഞു. She has been waiting to get appointment. കൂടെയുള്ള പലർക്കും അപ്പോയിന്റ്മെന്റ് കിട്ടിയെന്ന് കേട്ടു. തൊട്ട് താഴെയുള്ള നമ്പേഴ്സ് വരെ കിട്ടി. അവർക്ക് അപ്പോയിന്റ്മെന്റ് ഒന്നും കിട്ടിയില്ല. But she received a phone call from Delhi. It says like this. Irasinka, congratulations on your success in the Indian Revenue Service. But we are sad to say that your disease is not in the list of physically handicapped. ഈ കുട്ടിയുടെ അസുഖം വളരെ അപൂർവമാണ്. ഈ സാധനം ഇതുവരെ ആർക്കും വരാത്തത് കൊണ്ടാവാം, അല്ലെങ്കിൽ അത് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. ആ ഒറ്റ കാരണം കൊണ്ട് അവളെ തഴയാണ്. We are sorry that we cannot give you appointment. ഒന്ന് ആലോചിച്ചോളൂ, ഇല്ലെങ്കിൽ പോട്ടെ. പക്ഷെ തൊട്ടടുത്ത നിമിഷം അവൾ ചിന്തിച്ചത് അതല്ല. ഞാൻ അത്യാവശ്യം വെൽത്തി ഫാമിലിയിലാണ്, എനിക്ക് അത്യാവശ്യം ഫാമിലി സപ്പോർട്ടൊക്കെ ഉണ്ട്. സോ ഈ ജോലിയിൽ തന്നെ എനിക്ക് വേണമെങ്കിൽ മുന്നോട്ട് പോകാം. പക്ഷെ എന്നെ പോലെ ഇനിയും ഇതേ അസുഖം വന്ന ആളുകൾ വരാം. അവരെ ഇതേപോലെ പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ അല്ലെങ്കിൽ നിയമം തടയാം, ജോലി തരില്ല. കാരണം എന്താണ്? ഇത് ലിസ്റ്റിലില്ല എന്ന് പറയാം. ഉടനെ തന്നെ അവളൊരു കേസ് ഫയൽ ചെയ്തു സുപ്രീം കോടതിയിൽ. വിധി വന്നു ഈ കുട്ടിക്ക് നിയമനം കൊടുക്കാനായിട്ട്. അങ്ങനെ ഇന്ത്യൻ റവന്യൂ സർവീസിലേക്ക് അവളെ വെൽക്കം ചെയ്തു. വെൽക്കം ചെയ്തവരോട് അവൾ പറഞ്ഞു, താങ്ക് യു ദാറ്റ് യു കൺസിഡർ മീ, but sorry to say that I'm not joining in your department which gives you a job only because the Supreme Court told you to give it. ഈ ഔദാര്യം എനിക്ക് വേണ്ട, ഈ തന്ന ഒരു ഔദാര്യം എനിക്ക് വേണ്ട. മാത്രമല്ല, ഇനി ആരുടെയും ഔദാര്യം കൂടാതെ നിങ്ങൾക്ക് ആർക്കും എന്നെ മാറ്റി നിർത്താൻ പറ്റാത്ത രീതിയിൽ I will come back. Definitely I will come back. 2013 നീണ്ട 3-4 വർഷം പ്രാക്ടീസ് ചെയ്തതിനു ശേഷം she appeared for civil service. At that time, സാധാരണ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആണെങ്കിൽ ഒരു കോട്ട ഉണ്ടല്ലോ, അപ്പൊ അവിടെ ടിക്ക് ചെയ്യാൻ വേണ്ടത്. But when she was blind, she didn't tick in that column. She ticked the general category column. എനിക്ക് വേണ്ട, എനിക്ക് ജനറൽ കാറ്റഗറിയിലുള്ള റാങ്ക് മതി. ജനറൽ കാറ്റഗറിയിൽ അപ്ലൈ ചെയ്തു. ആൻഡ് ഇൻ ദാറ്റ് ഇയർ ഏറ്റവും കോമ്പീറ്റന്റ് ആയിട്ടുള്ള, ഏറ്റവും ടഫസ്റ്റ്, അല്ലെങ്കിൽ ഏറ്റവും ഇന്ത്യയിലെ ബ്രില്യന്റ് ആയിട്ടുള്ള, ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ആളുകൾ റാങ്കിൽ മുന്നിൽ വരുന്ന ആ പരീക്ഷയിൽ ഇറാസിങ്കാളെ മിടുക്കി തന്നെ ആർക്കും മാറ്റി നിർത്താൻ ഇനി ഒരു എക്സ്ക്യൂസും പറയാനില്ലാത്ത രീതിയിൽ 1ാം റാങ്കോടുകൂടി സിവിൽ സർവീസ് നേടി. The first rank. That is determination. That is how you have to face each and every challenge in your life. മോളെ എന്നെ ആരെങ്കിലും കെട്ടുമെന്ന് ചോദിക്കുമ്പോഴേക്ക് ഇല്ലേ ഉമ്മ ഞാൻ നിർത്തി എന്നല്ല പറയുന്നത്. കെട്ടാനായിട്ട് മാത്രമുള്ളതല്ല ഉമ്മ ഈ ലൈഫ്. I want to become something in my life. ഞാൻ ക്ലാറ്റ് നേടും, ന്യൂവാൻസിൽ പഠിക്കും, അത് കഴിഞ്ഞിട്ട് ഞാൻ ഏറ്റവും നല്ല ഒരു എന്താ പറയാ ഒരു നിയമജ്ഞയാകും, അല്ലെങ്കിൽ നല്ല അഡ്വക്കേറ്റ് ആവും, അല്ലെങ്കിൽ അങ്ങനെയുള്ള നല്ലൊരു പൊസിഷനിൽ ഞാൻ എത്തും. എന്നിട്ട് പറ്റും ഞാൻ എന്ത് ചെയ്തോളാം, കല്യാണം കഴിച്ചോളാം. മാരേജ് ഈസ് നോട്ട് ദ ബേസിസ് ഇൻ യുവർ ലൈഫ്. അതില്ലെങ്കിലും ഒരുപാട് ജീവിതമുണ്ട്. സോ ഇങ്ങനെ ഓരോ കാര്യത്തിലും ചിലപ്പോൾ പാരന്റ്സ് വേറെ എന്തെങ്കിലും പറയും. ഞാൻ ഒരുപാട്, നമ്മൾ പറയില്ലേ, വെള്ളം ഒഴിച്ച് ഇതുപോലെയുള്ള ഒരു വേറൊരു ടീമിനെ സൃഷ്ടിച്ചിരുന്നു. BA
ഡിസൈനർ എന്ന് പറഞ്ഞു. അപ്പൊ കഴിഞ്ഞ ആഴ്ച അവരുടെ എക്സാം നടന്നു. അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പയ്യനുണ്ടായിരുന്നു, ഋഷാബ് ഫ്രം ചുങ്കത്തറ. He couldn't write the examination because his parents didn't allow him to. പാരന്റ്സ് സമ്മതിച്ചില്ല. നിങ്ങൾക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? എക്സാം എഴുതാൻ പോലും ആ പയ്യന് കഴിയുന്നില്ല. പക്ഷേ ഞാൻ വീട്ടുകാരെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു, ടീച്ചറെ ചെറിയ പ്രശ്നം ഉണ്ടായതുകൊണ്ട് നെക്സ്റ്റ് ഇയർ ഞാൻ സമ്മതിച്ചോളാം. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാവും. പക്ഷെ അതിന് നമ്മൾ എന്ത് ചെയ്ത്, ഇനി എന്നെ കൊണ്ടൊന്നും വയ്യ, എല്ലാവരും തിരക്കുന്ന ഒരു സാധനം ഈ കാരണം ഫാൻ വേറൊരു ഉപകാരത്തിന് കൂടി പറ്റുമല്ലോ, കെട്ടി തുണി ചാവുക. എന്റെ ഉള്ളിൽ എന്നെ സമ്മതിച്ചില്ല, ഞാൻ പോവാണ്, ചാവുകയാണ്. That is not the right thing. ആ കുട്ടി പറഞ്ഞ വാക്കുകൾ എന്റെ മനസ്സിലുണ്ട്. മാം, I think it's my duty to protect my mother. She has a small little child, only below 1 year. My father is abroad, so I have to be there. എന്റെ വീട്ടുകാരൻ എന്നെ ഇപ്പൊ ആവശ്യപ്പെടുന്നുണ്ട്. But ma'am, I never say that I will never come back to this course. Next year definitely. ഈ വർഷം ഞാൻ നിഫ്റ്റിലേക്കല്ലേ കയറണമെന്ന് മാമിന്റെ ആഗ്രഹം. അടുത്ത വർഷം ഞാൻ NID തന്നെ കയറിയിരിക്കും. NID രണ്ട് തരമാണെങ്കിൽ പോലും അതിൽ തന്നെ ഞാൻ കയറിയിരിക്കും. അതിനുള്ള പ്രാക്ടീസ് ഞാൻ ഇതാ തുടങ്ങുകയായിരിക്കും. That is how you have to face your challenges. Okay. പൊതുവിൽ നമ്മുടെ കുട്ടികൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ പറയാറുണ്ട്. നമ്മൾ ക്ലാസ്സുകളിലൊക്കെ ചോദിക്കുമ്പോൾ എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് കുറെ പ്രശ്നങ്ങൾ പറയും. ആ പ്രശ്നങ്ങളിലേക്ക് ഞാൻ പോകാം. അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഒറ്റ കാരണമാണ് ഞാൻ കാണുന്നത്. The power of focus is not there. എവിടൊക്കെയാണ് ക്ലാറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം. പണ്ട് മഹാഭാരത യുദ്ധം കഥകൾ അറിയാം എന്ന് വിചാരിക്കുന്നു. അതിലൊരു അമ്പെയ്ത്ത് മത്സരമുണ്ട്. കൗരവരും പാണ്ഡവരും അവരുടെ എന്താ പറയാ ഗുരുകുല വിദ്യാഭ്യാസമാണെന്നൊക്കെ. അപ്പൊ അവരുടെ ശിക്ഷണത്തിന് ശേഷം അമ്പെയ്ത്തിന് പോവാണ്. ആ സമയത്ത് ഓരോരുത്തരും അമ്പും വില്ലൊക്കെ കൊലച്ചിങ്ങനെ ചോദിക്കും, എന്താ പറയാ, അമ്പെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. ഒരു വലിയ മരം, ആ മരത്തിൽ നിറയില്ല, അതിൽ കറങ്ങുന്ന ഒരു കിളി. എന്താണ് പരീക്ഷ? എവിടെ അമ്പയിൽ കൊള്ളിക്കണം? ആ കറങ്ങുന്ന കിളിയുടെ കണ്ണിന്റെ സെന്ററിൽ കൊള്ളിക്കണം. ഓരോരുത്തരായിട്ട് വരുന്നു, അമ്പെടുക്കുന്നു. ദ്രോണാചാര്യർ ഒറ്റ ചോദ്യമാണ്. ആദ്യം യുധിഷ്ഠിരൻ വന്നു. മകനെ യുധിഷ്ഠിര, നീ എന്തെല്ലാം കാണുന്നു? ഗുരു, ഞാൻ അവിടെ ഒരു മരം കാണുന്നു. ആ മരത്തിൽ നിറയെ ഇലകൾ കാണുന്നു. മോനെ വെച്ചിട്ട് പോടാ. അടുത്ത ആൾ വരുന്നു. മൂപ്പര് പുഷ്പം പോലെ എന്താ പറയാ അമ്പുമില്ലൊക്കെ തോണ്ടിയെടുക്കുന്നു. ആരാണത്? ഭീമൻ. ഇതൊന്നും ഓരോ ഒരം പോരാ, അതെടുത്ത് വില്ല് കുറച്ചിങ്ങനെ നിൽക്കാം. മോനെ ഭീമ, നീ എന്തെല്ലാം കാണുന്നു? ആകാശവും മരവും അതിലൂടെ പറക്കുന്ന കിളികളെയും എന്റെ മുന്നിലുള്ള എല്ലാവരെയും ഞാൻ കാണുന്നുണ്ടല്ലോ. ഉടനെ പോടാറുണ്ട്. നിന്നെയൊക്കെയാണല്ലോ ഞാൻ ഇത്രയും കാലം ഇത് പഠിപ്പിച്ചത്. വില്ലാളി വീരനായ അർജുനൻ വരികയാണ്. അർജുനൻ വില്ലിനേക്കൊന്ന് നമസ്കരിച്ച് വളരെ ബഹുമാനത്തോടു കൂടി, കാരണം തന്റെ ആയുധമാണത്, എല്ലാവരെടുത്ത് വില്ല് കുലച്ചു. ദ്രോണാചാര്യർ ചോദിച്ചു, പ്രിയ ശിഷ്യൻ അർജുന, നീ എന്തെല്ലാം കാണുന്നു? ഗുരു, ഞാൻ ഒരു പക്ഷിയുടെ കണ്ണ് മാത്രമാണ് കാണുന്നത്. വെച്ചോട വെട്ടിയില്ലേ? ഉടനെ തന്നെ അമ്പെയ്യാൻ പറയാണ്. അമ്പെയ്യുന്നു. കറക്റ്റ് ആ കണ്ണിന്റെ നടുക്ക് തന്നെ അമ്പ് കൊള്ളുന്നു. ബിക്കോസ് ഓഫ് ദ പവർ ഓഫ് ഫോക്കസ്. ഇതുള്ളവരെല്ലാവരും സക്സസ്ഫുൾ ആയിരുന്നു. ഇത് എവിടെ ബ്രേക്ക് ആവുന്നോ അവരാണ് സക്സസ്ഫുൾ ആവാതെ ആരെങ്കിലും ഒക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ജീവിതത്തിൽ ഇങ്ങനെ തെക്കുപിടത്തുകൾ നടക്കുന്നത്. So you should have a grip over the power of your focus. Okay, that is our topic for today. Normally, when I talk to students, I come to a conclusion that these are some of the problems almost all the students face these days, especially immediately during after this COVID time. No motivation. അതാരോ അറിയാതെ വന്ന വിഷയം.
ഉണ്ട്, ക്ഷമിച്ചു. നോ മോട്ടിവേഷൻ. പഠിക്കണമെന്നുണ്ട്, ഞങ്ങൾ കുറെ യൂട്യൂബിൽ മോട്ടിവേഷൻ കേൾക്കുന്നുണ്ട്. ഐ ഡോണ്ട് ഹാവ് എനി മോട്ടിവേഷൻ. പഠിക്കാൻ ഇങ്ങനെ തുടങ്ങുമ്പോഴേക്കും something else calls me, just in the form of Facebook, WhatsApp, Instagram, YouTube, friends online. ഇങ്ങനെ പല ആളുകളെ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നത് കൊണ്ട് എനിക്ക് എന്താണെന്ന് അറിയില്ല, ഒരു മോട്ടിവേഷൻ കിട്ടുന്നില്ല. cannot concentrate. ഇനി ഇതൊക്കെ കഴിഞ്ഞ് പഠിച്ച് കളയാം എന്ന് വിചാരിച്ച് ബുക്ക് എടുക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. These are the problems almost all the student community. I must make a correction. Not only the student community, but the entire people suffer these days. കോവിഡ് തന്ന വലിയൊരു ഉപകാരം. അല്ലെങ്കിലേ പ്രശ്നമേ ഉണ്ട്, ഇപ്പൊ ഈ പ്രശ്നമേ ഉള്ളൂ. ഓക്കെ, പണ്ട് കുട്ടികളുടെ കയ്യിൽ മൊബൈൽ കണ്ട ഞങ്ങൾ ടീച്ചർമാരും ഇങ്ങനെ പരന്ന് അരയണ നോക്കുന്നവരും നോക്കാം, ആരെടുത്താടാ മൊബൈലുള്ളത് പിടിക്കണോ, അടിക്കണോ, പാരന്റിനെ വിളിക്കണോ, പൈസ കെട്ടിക്കണോ. ഇപ്പോഴാ മക്കളെ ആർക്കൊക്കെയാടാ മൊബൈലില്ലാത്ത? നോക്കൂ, മൊബൈലില്ലാന്ന് വിചാരിച്ച് നിങ്ങൾ കഷ്ടപ്പെടുത്തിട്ടോ. നമുക്ക് മൊബൈലില്ലാണ്ട് ഏതോ കുട്ടികള് പിക്ചേഴ്സ് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ ആത്മഹത്യ ചെയ്ത്. മക്കളെ നിങ്ങൾ അങ്ങനെ ചെയ്തേക്കല്ലേടാ, നിനക്ക് മൊബൈൽ ആടാ വേണ്ടത് ചെണ്ടവർ. So these are the main issues faced by we people. Why these issues? എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ എന്ന് ഞാനൊന്ന് പറഞ്ഞു തരട്ടെ. സൊല്യൂഷൻ ഞാൻ ഒന്നിനും പറയുന്നില്ല, കാരണം ഞാൻ ഇതിൽ പോയിന്റ് ഔട്ട് ചെയ്ത യു ക്യാൻ പിക്ക് ദ ബെസ്റ്റ് റിഗാർഡിംഗ് യു. ഓരോരുത്തരും അവരവരെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് സെലക്ട് ചെയ്യാം. ഓക്കെ, പ്രോഗ്രാമിംഗ്. ഒരു കമ്പ്യൂട്ടർ വർക്ക് ചെയ്യണമെങ്കിൽ അതിലൊരു പ്രോഗ്രാം വേണം, അല്ലെ? പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വേണം, അതിനനുസരിച്ച് അത് വർക്ക് ചെയ്യുള്ളൂ. Just like that, your brain needs a programming. നമ്മളൊരു അതിമനോഹരമായ ഹിമാലയം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഹിമാലയത്തിലേക്ക് നല്ലൊരു നല്ലൊരു ഡ്രൈവർ ഉണ്ട്, വണ്ടി ഉണ്ട്. നമ്മൾ അതിലിങ്ങനെ ലാവിഷായിട്ട് പുറകിലിരിക്കുന്ന ആണല്ലോ എപ്പോഴും കുറച്ച്, അല്ലെ? ഓണറാണല്ലോ പുറകിലിരിക്കുന്നത്. അപ്പൊ ഞാൻ കാശൊക്കെ കൊടുത്ത് പിറകിലിരുന്ന് ജനറ്റുള്ളിലൂടെ കാഴ്ചകളെല്ലാം കാണുന്നുണ്ട്. ആദ്യം ഭയങ്കര ത്രില്ലിംഗ് ആയിരിക്കും. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ ഒന്നും കൂടി അത് നിൽക്കണം തോന്നുന്നത് ഈ ഡ്രൈവർ നിർത്തൂല. അല്ലെങ്കിൽ നമ്മൾ പോണെന്ന് വിചാരിക്കുന്ന സ്പീഡിൽ ഈ വണ്ടി പോവില്ല. എന്തൊക്കെ പറഞ്ഞാലും അപ്പൊ നമ്മളൊന്ന് ആലോചിക്കും, ആ സീറ്റ് ആയിരുന്നതിനേക്കാളും നല്ലത്. അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എന്റെ ഇഷ്ടത്തിന് എനിക്ക് വേണ്ട സ്പീഡിൽ ഈ വണ്ടി ഇങ്ങനെ പോകും. ജീവിതം എന്നത് ഒരു യാത്രയാണ്. അതൊരു വലിയ കുന്നിന്റെ മുകളിലൂടെ യാത്ര പോകുന്ന അത്രയും ത്രില്ലിംഗ് ആണ്, അത്രയും എന്താ പറയാ റിവാർഡിംഗ് ആണ്. നമുക്ക് എത്ര മനോഹരമായ കാഴ്ചകളൊക്കെയോന്ന് അറിയാം കാണുന്നത്. പക്ഷേ അതിന്റെ എല്ലാ രസങ്ങളും നശിപ്പിച്ചു കളയൊരു മോശപ്പെട്ട ഡ്രൈവറാണ് മുന്നിലിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചിന്തിക്കും, ചെങ്ങാതിനെ വെറുതെ ഡ്രൈവിംഗ് ഒന്ന് പഠിച്ചാൽ മതിയായിരുന്നു. ഇതുപോലെ തന്നെയാണ് നിങ്ങളുടെ ജീവിതയാത്രയിലും. Be the driver of your life. If you are not, many drivers may come to the front seat and distract your life. നിങ്ങൾ ഒരാൾ നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കപ്പാസിറ്റി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ ഡ്രൈവിംഗ് സീറ്റിലേക്ക് വേറെ ആരും വരില്ല, ഇൻക്ലൂഡിംഗ് യുവർ പാരന്റ്സ്, യുവർ ടീച്ചേഴ്സ്, യുവർ ഫ്രണ്ട്സ്, മൊബൈൽ ഫോൺ, സോഷ്യൽ മീഡിയ, ഈ പറഞ്ഞ സാധനങ്ങളില്ലേ നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്നത്, ഒരാളും വരില്ല. മക്കളെ, യുവർ ബ്രെയിൻ ഈസ് എ സൂപ്പർ പവർ. ഡു യു നോ ദാറ്റ്? ഒരു സൂപ്പർ പവർ സാധനമാണ് നമ്മുടെ ഈ ബ്രെയിൻ എന്ന് പറയുന്നത്. Control your brain before your brain started controlling your life. എന്താണ്? Control your brain before your brain started controlling you. ബ്രെയിനിൽ കുഴപ്പമുണ്ട്, ഒരുപാട് സെന്റേഴ്സ് ഉണ്ട്. അതിലൊന്നാണ് ഇമോഷണൽ സീറ്റ് അല്ലെങ്കിൽ ഇമോഷണൽ സെന്റർ ഉണ്ട് അവിടെ, പ്ലഷർ സെന്റർ ഉണ്ട് അവിടെ, പെയിൻ സെന്റർ ഉണ്ട് അവിടെ. വിവിധ സെന്റേഴ്സ് ഉണ്ട് നമ്മുടെ ബ്രെയിനിൽ. ഞാൻ നേരത്തെ പറഞ്ഞ മൊബൈല് ഫസ്റ്റ് കാണിച്ചിരുന്ന സാധനങ്ങളില്ലേ, മൊബൈൽ, യൂട്യൂബ്, ഫേസ്ബുക്ക്, ഫ്രണ്ട്സ്, ചാറ്റിംഗ്, എവറിത്തിങ്.
that gives you come out ഓർക്ക പറഞ്ഞേ pleasure. ഈ pleasure കിട്ടി your brain get addicted to that pleasure. സന്തോഷമുള്ള ഒരു കാര്യമല്ലേ? നമ്മുടെ pleasure center ഇങ്ങനെ ആക്ടിവേറ്റ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. The great psychologists say that when an action becomes a practice, you need it to be continued at least for 10,000 hours. നമ്മൾ ചെയ്യുന്ന ഒരു ആക്ഷൻ നമ്മുടെ ഹാബിറ്റായി മാറണമെങ്കിൽ മിനിമം നമ്മൾ 10,000 മണിക്കൂറെങ്കിലും ആ പണി ചെയ്തുകൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് നല്ല കാര്യങ്ങൾ പലപ്പോഴും നമ്മുടെ ഹാബിറ്റ് ആവാത്തതും മോശപ്പെട്ട കാര്യങ്ങൾ നമ്മളുടെ ഹാബിറ്റ് ആവുന്നതും. നമ്മൾ പറയാറുണ്ട് എനിക്ക് ശ്രദ്ധ കിട്ടുന്നില്ല. ഈ ശ്രദ്ധ കിട്ടുന്നില്ല എന്ന് പറയുന്ന ആള് ദിവസവും 5 മണിക്കൂർ പഠിക്കുന്നുണ്ടെങ്കിൽ, പഠിക്കുന്നുണ്ടെന്നുള്ളത് ഞാൻ മാറ്റുകയാണ്, പഠിക്കാൻ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിലൊരു 4.25 മണിക്കൂറും എന്തായിട്ടുണ്ടാവും? ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുണ്ടാവും. വെറും ഒരു 1/4 മണിക്കൂറോ അരമണിക്കൂറോ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പിറ്റേ ദിവസം വീണ്ടും നിങ്ങൾ 5 മണിക്കൂർ പഠിക്കുകയാണ്. അതിൽ വീണ്ടും നിങ്ങളുടെ ഏത് അറ്റൻഷൻ ആണോ ഡിസ്ട്രാക്ഷൻ ആണോ ട്രെയിനിങ് കൂടിക്കൊണ്ടിരിക്കുന്നത്? ഏതിലാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഡിസ്ട്രാക്ഷൻ ആണ്. അപ്പൊ ഡിസ്ട്രാക്ഷന്റെ 10,000 മണിക്കൂർ പെട്ടെന്ന് കാണും. അത് പെട്ടെന്ന് വരും. അതുകൊണ്ട് ഡിസ്ട്രാക്ഷനാണ് ആക്ച്വലി വി ആർ ഗെറ്റിംഗ് പ്രാക്ടീസ്. അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്നത് നമ്മളിങ്ങനെ ഡിസ്ട്രാക്റ്റഡ് ആയിക്കൊണ്ടേ ഇരിക്കുമ്പോൾ നമുക്ക് ഫോക്കസ് ചെയ്യാനുള്ള പവർ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രാക്ടീസിലൂടെ വളർത്തിയെടുക്കേണ്ടത് ഒരിക്കലും നെഗറ്റീവായ തിങ്സ് അല്ല, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു ചെറിയ ടിപ്പ് പറഞ്ഞിട്ട് സാർ എനിക്ക് എത്ര സമയം ഉണ്ടാവും അല്ലേ? കണ്ടിന്യൂ. ഓക്കെ, നിങ്ങൾ വളർത്തിയെടുക്കുന്ന ഒരു ചെറിയ ടിപ്പ് പറഞ്ഞത് ബിക്കോസ് യു ആർ പ്രിപ്പയറിംഗ് ഫോർ ക്ലാസ്, വളരെ കോമ്പറ്റീറ്റീവ് ആണ് നേരത്തെ പറഞ്ഞല്ലോ. ഒരു 10 മിനിറ്റ് ഇന്ന് തന്നെ വീട്ടിൽ പോയി നിങ്ങൾ പഠിക്കുന്ന വലിയ ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാത്ത ഒരു റൂമിനകത്തേക്ക് കയറുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വേറെ എവിടെയെങ്കിലും കൊണ്ടിരിക്കും. പിന്നെ ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ അതും അടച്ച് എവിടെയെങ്കിലും വന്നിരിക്കും. അതിനകത്തേക്ക് കയറുമ്പോൾ നിങ്ങളുടെ കയ്യില് ഒരു ടെക്സ്റ്റ് ബുക്ക്, അത് എഴുതാൻ പറ്റുന്ന ഒരു നോട്ട്ബുക്ക്, 1-2 പെന്ന്. 2 കളർ എന്നൊക്കെ പറഞ്ഞത് ഒന്നിലധികം കളേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചിലർക്ക് ഉണ്ടാവും ഹൈലൈറ്റ് ചെയ്തൊക്കെ എഴുതി അത് പെട്ടെന്ന് ഓർത്തെടുക്കാൻ. അങ്ങനെയുള്ള വല്ല വീക്ക്നെസ് ഉണ്ടെങ്കിൽ 2 കളറും 3 കളറും എടുത്തോളൂ. പിന്നെ ഒരു ഷീറ്റ് ഓഫ് പേപ്പർ, വെറുതെ ഒരു റഫ് പേപ്പർ. ഇത്രയും സാധനം കൊണ്ടാണ് നിങ്ങൾ റൂമിനകത്തേക്ക് കയറുന്നതിന് വേണ്ടി വീട്ടുകാരോടൊന്ന് പറയാം. വീട്ടിൽ ഇത് എന്നെ പോലുള്ള അമ്മമാർക്കൊക്കെ ഒരു പണിയുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ഫോക്കസ് ചെയ്ത് ചെയ്യണം വിളിക്കുമ്പോൾ അപ്പുറത്തുനിന്ന് ഒരു വിളി എല്ലാവരും കറക്റ്റ് ആ സമയത്ത് നമ്മള് വിളിക്കും. അപ്പൊ ആദ്യം ഈ ദേഹങ്ങളോട് വാപ്പ ഉമ്മ ഇത്യാദി ആളുകളോടൊക്കെ ആദ്യം പറയാം, ഞാൻ മെനക്കെട്ടൊരു പണി ചെയ്യാൻ പോകും, ഒരു 10 മിനിറ്റ് എന്നെ വിളിക്കരുത് എന്ന് പറഞ്ഞിട്ട് കയറിയിരിക്കും. ഓക്കെ, അങ്ങനെ നിങ്ങൾ വാതിലടയ്ക്കുന്നു. വാതിലടയ്ക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ആകെയുള്ളത് എന്താ? ഒരു സ്റ്റഡി ടേബിൾ ഉണ്ടാവും, ഒരു ബുക്ക് ഉണ്ടാവും, ഒരു പെൻ ഉണ്ടാവും, ഒരു നോട്ട്ബുക്ക് ഉണ്ടാവും, ഒരു റഫ് ഷീറ്റ് ഉണ്ടാവും. മതി. അതിനകത്ത് കയറിയിട്ട് ഒരുപാട് പഠിക്കണ്ട, ട്രെയിൻ ചെയ്യല്ലേ, കുറച്ച് എന്ത് ചെയ്യണം എന്നറിയോ? നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു പാഠഭാഗത്തിന്റെ ഒരു കുഞ്ഞു ഭാഗം പഠിക്കുക. തീരുമാനിക്കുക, ഈ 10 മിനിറ്റ് കൊണ്ട് ഇത് ഞാൻ എക്സലന്റ് ആയിട്ട് പഠിക്കും. ഒരൊറ്റ ഒന്ന്. അപ്പൊ നിങ്ങൾ ഹിസ്റ്ററി പഠിക്കുന്നവരാണെങ്കിൽ വേൾഡ് വാർ ഫസ്റ്റ്, അതിന്റെ ആ ബേസിക് മാത്രം ഇതൊന്ന് ഞാൻ പഠിച്ചിരിക്കും ഈ 10 മിനിറ്റ്. ടേക്ക് എ ഡെസിഷൻ. എന്നിട്ട് അത് വായിച്ചു നോക്കുക. വായിക്കുമ്പോൾ അതിൽ കിട്ടുന്ന പോയിന്റ്സ് ഉണ്ടാവില്ലേ? ഈ പോയിന്റ്സ് ഒക്കെ എപ്പോഴും നിങ്ങൾ നല്ല എന്താ പറയാ ഗ്രാഫിക് റെപ്രസെന്റേഷൻസ് ചെയ്യണം. മാർക്ക് ചെയ്ത് എങ്ങനെ ഗ്രാഫിക് ആയിട്ട് നോട്ട് മേക്കിംഗ് സ്റ്റൈലിലേക്ക് മാറ്റണം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് മാറ്റും. ഓക്കെ, കുറച്ച് ഭാഗമേ വായിക്കാൻ എടുത്തിട്ടുള്ളൂ. അപ്പൊ വായിച്ചു കഴിഞ്ഞു, അതിലുള്ള കാര്യങ്ങൾ നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി കഴിഞ്ഞു. എന്നിട്ട് നിങ്ങൾ ഈ നോട്ട്ബുക്കും ടെക്സ്റ്റ് ബുക്കും ഒന്ന് അടച്ചു വെക്കും. എന്നതിന് ശേഷം ഞാനിപ്പോ എന്താണ് വായിച്ചത് എന്നുള്ളത് ഒന്ന് മനസ്സിലേക്ക് ഓർത്ത് കൊണ്ടുവരിക. ഒന്ന് മെമ്മറൈസ് ചെയ്ത് നോക്കുക നിങ്ങൾ പഠിച്ച സാധനം. ഉറപ്പാണ് നേരത്തെ പറഞ്ഞ പല സാധനങ്ങളും വിളിക്കണ്ട. അന്നെ ഞാൻ 10 മണിക്കല്ലേ വിളിക്കാന്ന് പറഞ്ഞിട്ട് എവിടെ പോയിരിക്കടാ എന്നുള്ള മെസ്സേജ് ചിലപ്പോൾ ചെങ്ങായിന്റെ വന്ന് കിടക്കുന്നുണ്ടാവും അല്ലേ?
ഫേസ്ബുക്കില് ഞാൻ ഇട്ട പോസ്റ്റിന് ലൈക്ക് വന്നോ ഇല്ലേ ഇങ്ങനെ കത്തിരിക്കും. ഇനി 2 വിളി നമ്പർ 3 ഇൻസ്റ്റയിൽ നല്ല ഞാനിങ്ങനെ ചെറിയൊരു ഫോട്ടോ ഇട്ടതാണ്, അതിന് എത്ര ആള് ലൈക്ക് ആവോ? ഡിസ്ട്രാക്ഷൻ നമ്പർ 3 വരും ബിക്കോസ് യു ആർ പ്രാക്ടീസിങ് ഫോർ ദ ഫസ്റ്റ് ടൈം. ആദ്യമായിട്ടല്ലേ ചെയ്യുന്നത്, ഇതൊക്കെ വരും. വരുമ്പോ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിരുന്ന ഒരു വേസ്റ്റ് അല്ലെങ്കിൽ ഒരു വർക്ക് ഷീറ്റ് കയ്യിൽ വെക്കണം. അവിടെ എഴുതി വെക്കുക ഡിസ്ട്രാക്ഷൻ നമ്പർ 1 എഴുതി വെക്കുക. മൊബൈൽ, ഫ്രണ്ട്, അങ്ങനെയുള്ള സാധനങ്ങൾ അവിടെ എഴുതി വെക്കുക. അതിൽ തീരണം നിങ്ങളുടെ ഡിസ്ട്രാക്ഷൻ. അതവിടെ എഴുതി വെക്കുന്നതുകൊണ്ട് നമ്മൾ മനസ്സിലായി നമ്മൾ ബാക്ക് ടു ഇതിന് വരെ പ്രാക്ടീസിലേക്ക് വരികയാണ്. യെസ്, അതെല്ലാം എഴുതി വെച്ചു, തിരിച്ചു വന്നു. നമ്മൾ എന്ത് ചെയ്യാണ്? വീണ്ടും മെമ്മറൈസ് ചെയ്ത് നോക്കുന്നു. സപ്പോസ് പിന്നെ ഫ്രണ്ട് വിളിച്ചിട്ട് വയ്യ, മനസ്സിൽ വന്നിങ്ങനെ വിളിക്കാം, എടാ 10 മണിക്ക് ഞാനല്ലടാ എന്നോട് അവിടെ വരാന്ന് പറഞ്ഞത്, സഹിക്കാൻ പറ്റുന്നില്ല. ഉടനെ എന്ത് ചെയ്യണമെന്നറിയോ? പ്ലീസ് ഡോണ്ട് ട്രബിൾ യുവർ ബ്രെയിൻ ആൻഡ് യുവർ മൈൻഡ്. ജസ്റ്റ് ഷട്ട് അപ്പ് യുവർ textbook and go out and do what you want to do. ഫസ്റ്റ് ടൈം അല്ലേ, ബ്രെയിനെ വല്ലാതെ പീഡിപ്പിക്കണ്ട. ഇതൊക്കെ അടച്ചു വെച്ച് നിങ്ങളുടെ ടെലിവിഷന്റെ പുറകെ കുറച്ചു നേരം പൊക്കോ. ഇനി അതുമല്ല, ഈ ഒരു പ്ലേസിലേക്ക് ഞാൻ ആ മൊബൈലിൽ നോക്കട്ടെ എന്നാ എനിക്ക് പഠിക്കാൻ പറ്റുന്ന വിചാരിച്ച് ഈ സാധനം കൊണ്ട് ഈ റൂമിലേക്ക് കടക്കരുത്. ദാറ്റ് ഈസ് എ സീക്രട്ട്. അത് നമ്മളൊരു ഡിക്ലെയർ ടു ബി ഒരു സീക്രട്ട് സോൺ ആയിട്ട് പ്രഖ്യാപിക്കുക. അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ പടച്ചോനാണേ ഈ സാധനങ്ങൾ കൊണ്ടുവരില്ല എന്നൊരു പ്ലാൻ പോലും ചെയ്യും. ഓക്കെ, ഈ രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യും. ആദ്യത്തെ ദിവസം ഞാൻ പറഞ്ഞു ചിലപ്പോൾ നിങ്ങൾക്ക് ഡിസ്ട്രാക്ഷനെ സഹിക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്താൽ സാറില്ല, ഒന്നാമത്തെ പ്രശ്നമില്ലേ, ഫെയിലിയർ ആവും. നമ്മൾ ഈ സാധനം പൊക്കാറില്ലേ, ഡംബൽസ് ഒക്കെ പൊക്കാറില്ലേ, ആദ്യം തന്നെ 30 കിലോയുടെ ഒത്താണെങ്കിൽ അതോടുകൂടി പിന്നെ നിങ്ങളെ ആരെങ്കിലും ഉയർത്തേണ്ടി വരും. അപ്പൊ നമ്മൾ എന്താ ചെയ്യാം? മെല്ലെ മെല്ലെ കുറേശ്ശെയായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അല്ലേ, ആദ്യം ഒന്ന് തൊട്ട് നോക്കും, പറ്റുന്നെങ്കിൽ നമ്മൾ അവിടെ ഇട്ടേ പറ്റുള്ളൂ. അപ്പൊ ആ രീതിയിൽ തന്നെ ഫസ്റ്റ് പ്രാക്ടീസ് ചെയ്യാം. എത്ര സമയം ചെയ്യണം? ഇന്ന് തന്നെ ചെയ്യാം, വെറും 10 മിനിറ്റ്. Then it will you please repeat it the next day also. ദിവസത്തിൽ ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കുകയല്ലേ നിങ്ങൾക്ക്. ആ 10 മിനിറ്റ് ഇത് ചെയ്യാം, അടുത്ത ഭാഗം പഠിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്നറിയാം? You are trying to master focusing power rather than distraction power. സാധാരണ പഠിക്കുമ്പോൾ നിങ്ങൾ എന്തിനെ മാസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അറിയാമെങ്കിലും ഡിസ്ട്രാക്ഷനെയാണ് മാസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇന്ന് മുതൽ ദയവ് ചെയ്ത് you try to master concentration power through this practice. 10 മിനിറ്റ് വാതിലടയ്ക്കുക, വായിക്കുക, എഴുതുക, മെമ്മറൈസ് ചെയ്യുക. ഓക്കെ, അതിനെ തോൽപ്പിക്കാനുള്ള മാർഗമാണ് ഡിസ്ട്രാക്ഷൻ വരുമ്പോൾ അത് എഴുതി വെക്കുക. മിക്കവാറും 99% കുട്ടികൾക്ക് അതിന് ഡിസ്ട്രാക്ഷൻ ചെയ്യും. കാരണം നമ്മൾ മെനക്കെട്ട് പ്രിപ്പയർ ചെയ്യാണത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? വീണ്ടും വരുന്നു, മെമ്മറൈസ് ചെയ്യുന്നു, പോകുന്നു. So take it as a practice. And the third P is passion. ഇതിന്റെ ഒരു കുറവാണ്. നമുക്ക് ഇഷ്ടമുള്ള പാഷൻ എന്ന് പറയുമ്പോൾ ചെയ്യുമ്പോൾ സന്തോഷം തരുന്ന, സന്തോഷത്തോടു കൂടി ചെയ്യാൻ കഴിയുന്ന, വീണ്ടും വീണ്ടും അത് ചെയ്യാൻ നമുക്ക് ഇങ്ങനെ താല്പര്യം തോന്നുന്ന ഒന്നായിരിക്കുമല്ലോ. അത് നമ്മുടെ ഒരു പാർട്ടായിരുന്നു. അതൊരു പണി ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും തോന്നില്ല. ആക്ച്വലി truly speaking, training is my passion. ഇപ്പൊ നിങ്ങൾ ഈ ക്ലാസ് എടുക്കുമ്പോൾ ഇപ്പൊ ഇരിക്കുന്ന സിദ്ധാർത്ഥന് അറിയാം, ഞാൻ അവർക്ക് ഇംഗ്ലീഷ് എടുക്കുമ്പോൾ എത്ര എനർജിയിലൊന്നും ചിലപ്പോൾ ക്ലാസ് എടുത്തോളുന്നില്ല. അല്ലെങ്കിൽ ഒരു 1/2 മണിക്കൂർ കഴിയുമ്പോൾ മതിയിടാന്നൊക്കെ ചോദിച്ചു. But when I am on the platform for taking a training, I'll be something extra. സാധാരണ ഉള്ളതിൽ നിന്നും ഒരു കുഞ്ഞു പടിയെങ്കിലും ഞാൻ മുകളിലേക്ക് എത്തും. Because this is my passion. ഇത് ചെയ്യുന്നത് I love it. ഇതിനൊരു എഫേർട്ട് എനിക്ക് എടുക്കേണ്ടി വരുന്നില്ല. Because I am living. ഞാൻ ഇങ്ങനെ ജീവിക്കുക ചെയ്യുന്നത്. The same way, find out your passion. So when you find out your passion, നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാവണം അത് ചെയ്യാൻ നമുക്ക് ഇങ്ങനെ താല്പര്യം കൂടി വരണം. അതോടൊപ്പം തന്നെ you should have a specific crystal clear goal. ആ ഗോളിലേക്ക് എത്തുകയും വേണം. നമ്മൾ ഒരു ഗോൾ കണ്ടെത്തിയാലേ നമുക്ക് we can make a combination of passion and profession. Such
such a wonderful sinking thing. Make a combination of your passion and profession. ഇത് രണ്ടും കൂടെ കൂടിയാണ്ടല്ലോ ലൈഫ് ഈസ് സോ ത്രില്ലിംഗ്. സത്യം പറഞ്ഞാൽ ബുക്ക് വായിക്കാതെ പറഞ്ഞില്ലേ, ഈ പ്രാക്ടീസ് ചെയ്യാൻ നേരത്തെ പറഞ്ഞല്ലോ 10 മിനിറ്റ് ഒക്കെ ഞങ്ങൾക്ക് കോൺസെൻട്രേഷൻ കിട്ടും. ചിലപ്പോൾ തോന്നുന്നുണ്ടാവും ഈ 10 മിനിറ്റ് നമ്മൾ കോമിക്കൊന്നല്ല വായിക്കാൻ പോണത്. പിന്നെ ഈ കിതാബുകളിലൊന്നും തന്നെ അത്ര ഇൻട്രസ്റ്റിംഗ് സാധനങ്ങളൊന്നും ആവില്ല ഉണ്ടാവുക. ക്വയറ്റ് ബോറിംഗ് ആവുക ഞങ്ങൾക്ക് അറിയാം. അത്യാവശ്യം ബോറിംഗ് സാധനങ്ങളാവും പഠിക്കാൻ തന്നിട്ടുണ്ടാവുക. ബട്ട് റിമെമ്പർ, സ്റ്റുഡന്റ് ലൈഫ് ഈസ് എ പ്രിപ്പറേറ്ററി സ്റ്റേജ്. ഇറ്റ്സ് നോട്ട് ദ ഇറ്റേണൽ ഓർ ഫൈനൽ സ്റ്റേജ്. സ്റ്റുഡന്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു പ്രിപ്പറേറ്ററി സ്റ്റേജ് ആണ്. ഇത് നിങ്ങൾ നന്നായി ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ഗെറ്റ് മാക്സിമം നോളേജ് ആൻഡ് ട്രെയിൻ യുവർ പേഴ്സണാലിറ്റി. ഒരു നല്ല വ്യക്തിയായിട്ട് വേണം എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾ പുറത്തു വരാൻ. കുറെ പഠിച്ചിട്ട് തല്ലിപ്പൊളി പേഴ്സണാലിറ്റി ആണെങ്കിൽ ഒരു രക്ഷയുണ്ടാവില്ല. സോ അക്വയർ മാക്സിമം നോളേജ് ആൻഡ് ട്രെയിൻ യുവർ പേഴ്സണാലിറ്റി ഫോർ ദ ലേറ്റർ ലൈഫ്, ഫോർ ദ ഫ്യൂച്ചർ ലൈഫ്, because this is only a preparatory stage. ഈ preparatory stage നിങ്ങൾ ചെയ്യേണ്ട മെയിൻ ആയിട്ടുള്ള പണി എന്താണ്? മെയിൻ ആയിട്ട് നിങ്ങളുടെ ഈ സ്റ്റുഡന്റ് ലൈഫിൽ which is the most important thing you have to do? അത് ചെയ്താൽ മതി. പഠിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ബോറാണ്, അത്ര വലിയ ഇൻട്രസ്റ്റിംഗ് ഒന്നും അല്ലാതെ നമുക്ക് തോന്നും. പക്ഷേ ഒരു കാര്യം ചെയ്താൽ മതി, റിസൾട്ടിനെ കുറിച്ചും ചിന്തിച്ച് ഇന്നലെ ഇംപ്രൂവ്മെന്റ് എക്സാമിന്റെ റിസൾട്ട് വന്നു. അയ്യോ അയ്യോ അയ്യോ, പഠിച്ച ഒരാൾക്ക് പ്രതീക്ഷിച്ച റിസൾട്ട് കിട്ടുമ്പോ അയ്യോ എന്നാണ് തോന്നുക. ഭയങ്കര സന്തോഷവും നിങ്ങൾ വിചാരിച്ച മാർക്ക് കിട്ടുമ്പോൾ വല്ലാതെ എക്സൈറ്റഡ് ആവുന്നുണ്ട്. സോ റിസൾട്ട് ഈസ് വെരി ഇമ്പോർട്ടന്റ് ആൻഡ് വെരി എക്സൈറ്റിംഗ്. അതേപോലെ തന്നെ ഇപ്പൊ നിങ്ങൾ പറയും മോട്ടിവേഷൻ കിട്ടിയില്ല, പഠിപ്പിച്ചില്ല, ടീച്ചർ പഠിപ്പിച്ചു തന്നില്ല, നമ്മൾ always we find or we go for excuses. അല്ലേ? നമ്മൾ ഇങ്ങനെ എക്സ്ക്യൂസ് കണ്ടെത്തും. എഴുതാൻ സമയം കിട്ടിയില്ല, ആരും ഈ 2.5 മണിക്കൂർ ഇംഗ്ലീഷ് വെച്ചത്, അതിനൊരു 3-3.75 മണിക്കൂറുണ്ടെങ്കിൽ ഞാൻ 80 വാങ്ങിയത് ഒന്നാമില്ലേ പരീക്ഷയ്ക്ക് പോകുമ്പോ എങ്ങനെ മനസ്സിലായി? ഐ ആം ആൻ ഇംഗ്ലീഷ് ടീച്ചർ ഓൾസോ. ഓക്കെ, സോ എല്ലായ്പ്പോഴും കുട്ടികൾക്ക് വരുന്ന ഒരു വലിയ പ്രശ്നമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മള് ആ റിസൾട്ടിൽ കാണിക്കുന്ന ശുഷ്കാന്തില്ലേ, അത് പഠിക്കുന്നതിലൂടെ കാണിച്ചാൽ മതി. ബിക്കോസ് rather than result, please try to love the process also. ഇപ്പൊ നിങ്ങളുടെ ക്ലാസ്സിൽ വന്നിട്ട് ഒരു അധ്യാപകൻ ഫിസിക്സ് പഠിപ്പിക്കുകയാണെങ്കിൽ ആ ഫിസിക്സ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം കേട്ടോ, ഞാൻ നിങ്ങളോട് പറയുന്നത് സോറി ടു സേ ബട്ട് ഐ മസ്റ്റ് സേ, റെസ്പെക്ട് യുവർ ടീച്ചേഴ്സ്. എന്ത് വേണേ റെസ്പെക്ട് ചെയ്യണ്ട, ബട്ട് റെസ്പെക്ട് യുവർ ടീച്ചേഴ്സ്. കാരണം എന്താണെന്നറിയോ, നമ്മൾ റെസ്പെക്ട് ചെയ്യുന്ന ഒരാൾ നമ്മുടെ മുന്നിൽ വന്ന് നിന്ന് പറയുമ്പോ മെന്റലി there is an acceptance, ഒരു ചെറിയ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ഫീല് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. പണിയില്ലേ എന്ന് വിചാരിച്ചിട്ട് ആ മനുഷ്യ ഇവിടെ വന്ന് എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല, അത് നമ്മൾ ഉൾക്കൊള്ളില്ല. ഞാൻ പറഞ്ഞില്ലേ, ബി ദ മാസ്റ്റർ ഓഫ് യുവർ ബ്രെയിൻ. നമ്മൾ ബ്രെയിനെ സെറ്റ് ആക്കണം. ഒരു അധ്യാപകൻ ഓരോരുത്തരുടെ മനസ്സിലൂടെ ഓരോ വില്ലന്മാരിങ്ങനെ ഈ സാധനം ഒഴിവാക്കി കളയാം. എന്തായാലും പഠിപ്പിക്കാൻ വരുന്ന അധ്യാപകർ നിങ്ങളെക്കാൾ എക്സ്പീരിയൻസ് കൊണ്ടോ നോളജ് കൊണ്ടോ ക്വാളിഫിക്കേഷൻ കൊണ്ടോ ഒരുപാട് മുകളിൽ തന്നെയാണെന്ന് മനസ്സിനെ, ബ്രെയിനിനെ പറഞ്ഞു പഠിപ്പിക്കുക. അപ്പൊ നിങ്ങളുടെ ബ്രെയിൻ വിൽ ബി റിസപ്റ്റീവ്. ഓക്കെ, അപ്പൊ നമ്മുടെ ബ്രെയിനെ നമ്മളിങ്ങനെ റെഡിയാക്കി വെക്കണം. അപ്പൊ മാത്രമേ നമുക്ക് ഇവിടെ വന്ന് പറയുന്ന മഹാൻ അല്ലെങ്കിൽ മഹതി പറയുന്ന കേൾക്കാൻ നമ്മൾ ഒരു പാത്രം കമത്തി വെച്ചിട്ട് ഒരു കാര്യമില്ല. അതിൽ വിളമ്പിയ സാധനം ഇതൊക്കെ എന്ത് ചെയ്യണം? It should be in this open position. ഫസ്റ്റ് ചെയ്യുന്ന സാധനം പഠനം ഇൻട്രസ്റ്റിംഗ് ആക്കണമെങ്കിൽ ആ പറയുന്ന ആളുടെ സ്റ്റൈലിനെ ഒക്കെ നമ്മൾ വെറുതെ വിടുക. ഓരോരുത്തരും നമ്മൾ ഓരോരുത്തരും വ്യത്യസ്തരല്ലേ. ചില ആൾക്കാർ കാര്യം പറയുന്നുണ്ടാവും, പക്ഷെ രസകരമായിട്ടാവും പറയുന്നുണ്ടാവുക. അത് മാത്രം ശ്രദ്ധിച്ച് നല്ല കാര്യമുണ്ടാവും. എല്ലാവരും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാര്യങ്ങൾ പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ ആ പേഴ്സണാലിറ്റി ഡിഫറൻസിനൊക്കെ ഒരു ചാൻസ് കൊടുക്കുക. എന്നിട്ട് ലിസൺ കെയർഫുള്ളി, സ്റ്റാർട്ട് എൻജോയ് ഈച്ച് മൊമെന്റ്. ഈ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യാം. എങ്ങനെയാ അറിയോ? ഒന്ന്, ക്ലാസ്സിൽ പല ആന്തകൾക്കും ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല, നമുക്കറിയാം.
ആ മാഷ് പറയുമ്പോ അമ്മ ഇതൊരു ചാലഞ്ച് ആയിട്ട് എടുക്കുക. എന്ത് ചെയ്യണമെന്നറിയോ? ഈ പറയുന്ന സാധനങ്ങൾ നന്നായിട്ടൊന്ന് മനസ്സിലാക്കണം. എന്നിട്ട് നമ്മൾ വളരെ പുച്ഛത്തോടുകൂടി എന്ത് ചെയ്യണം? ഇന്ന് സാർ പഠിപ്പിച്ചതാണ് എനിക്ക് മനസ്സിലായോ? എനിക്കും മനസ്സിലായോ? ശരിക്കും മനസ്സിലായില്ല? ഞാൻ പറഞ്ഞേരട്ടെ. വെറുതെ തെമ്മാടിത്തരം ചെയ്ത് കൂക്കി വിളിച്ച് ഹീറോ ആവല്ലേ നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളിലും സാറെ തെറി വിളിച്ചിട്ട് സാറെ കളിയാക്കിയിട്ടൊക്കെ ഹീറോ ആവാൻ നോക്കി ഇന്നത്തെ കാലത്ത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതാണ് മാറ്റിയിരിക്കുക. സാർ പറയുന്നത് നന്നായിട്ട് കേൾക്കുക, എന്നിട്ട് ഒരു 10 ആളെ മുന്നിൽ ഹീറോ ആവുക. That is the best way to become heroes and heroines. അതല്ലെങ്കിൽ എപ്പോഴെങ്കിലൊക്കെ നിങ്ങൾ പഠിച്ച സാധനം മറ്റുള്ളവരെ പോയിട്ട് ഒന്ന് ഇളക്കി നോക്കുക. അതെന്തല്ലോ അമ്മ ഇന്ത്യൻ ലോകമഹായുദ്ധങ്ങൾ കേട്ടായിരുന്നല്ലോ കേട്ടോ. ഇന്ത്യൻ ലോകമഹായുദ്ധം നടക്കുമ്പോഴല്ലോ തള്ളു തന്നെ. ഇങ്ങനെ ഒരു അവസരം എനിക്ക് മുന്നിലുണ്ടെന്ന് അറിയുമ്പോ അറിയാതെ you will love the process of learning. പിന്നെ പഠിക്കുന്ന ഓരോ സാധനം പരീക്ഷയ്ക്ക് എഴുതാൻ വേണ്ടി പഠിക്കല്ലേ, അപ്പൊ ഭയങ്കര ബോറാവും. പഠിക്കുന്ന ഓരോ സാധനവും നിങ്ങൾക്ക് എന്തെങ്കിലും ഏതെങ്കിലും കാലത്ത് ഉപയോഗമാവും എന്നൊരു ഫീലോട് കൂടി പഠിച്ചു നോക്കും. നമ്മൾ അറിയാതെ പഠിക്കും. ഇതുപോലെ എവിടെയെങ്കിലൊക്കെ ആളാടോ താമ്പ്യാത്തോപ്പി ആരാണ് ഇത് അറിയാത്ത ഒരുത്തനാണെങ്കിൽ ഇങ്ങനെ ടീച്ചർ എന്താ വരുന്നത് നമ്മൾ മെല്ലെ അവിടെ ഒഴിവോ. കാരണം എന്താ? അതിന്റെ ഉത്തരം അറിയില്ല. അറിയാനെങ്കിലോ നമ്മളിങ്ങനെ നോക്കും. എവിടെയെങ്കിലുമൊക്കെ ജീവിതത്തിൽ നമ്മൾ പഠിക്കുന്ന ഓരോ കാര്യത്തിനും ഇതുപോലെയുള്ള അവസരങ്ങൾ കിട്ടുമെന്ന് വിചാരിച്ചാൽ മതി. You will start your learning process. Okay, so that is it. Passion develop ചെയ്യുക. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നോക്കൂ, നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയുള്ളൂ. Why internet, mobile, social media, friends, everything? Just because they are interesting. They are pleasure giving. So your brain needs it. Your brain needs it. Panda. Please. WhatsApp നോക്കടാ, Facebook നോക്കടാ, YouTube കാണടാ, ഫ്രണ്ട്സിന്റെ കൂടെ. Because all these things are giving pleasure. Food to your brain. നിങ്ങളുടെ ബ്രെയിനിലുള്ള ആഹാരമാണെങ്കിൽ പ്ലഷർ, ഈ ഇൻട്രസ്റ്റ്. ഇപ്പൊ ബ്രെയിനിൽ ഫുഡ് കിട്ടുന്നതോടുകൂടി ബ്രെയിൻ becomes happy and force you to do the negative things. അത് മനസ്സിലാവുന്നതോടുകൂടി ഞാൻ ആദ്യം നിങ്ങളോടൊന്ന് പറഞ്ഞിരുന്നു പ്രോഗ്രാമിംഗ്. Program your brain in such a way that you are the master of your brain. Okay, ഇതിനൊക്കെ വേണ്ട ഒരു സാധനമാണ് ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. Those should have burning desire. എനിക്ക് ക്ലാറ്റ് എഴുതണമെന്നല്ല. I want to write CLAT and I will qualify, just like Malav Puna says. I will conquer Everest. പറഞ്ഞില്ലേ? അതുപോലെ ഇനി ആരെങ്കിലും എന്താണ് നിന്റെ ലക്ഷ്യം? ക്ലാറ്റ് എഴുതണം. ക്ലാറ്റ് എഴുതിയാൽ മതിയോ? ക്ലാറ്റ് എഴുതണം. എങ്ങനെയാ പറയാ? എല്ലാവരും പറഞ്ഞേ. ഓക്കെ പറയാം. റെഡി? 1 2 3. ഒന്നൂടെ. എന്താ നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് പോകാൻ പോകുന്നത്? എഴുതിയാൽ മതിയോ? കിട്ടണോ? കിട്ടണം. അപ്പാണല്ലോ കിട്ടിയിരിക്കും. ഡെഫിനറ്റ് ആയിട്ട് കിട്ടിയിരിക്കും. ഇതുപോലെ പറയാൻ പറ്റണം. This will happen only if the desire comes from within you, not out of a motivation I or anybody else is giving. Inspiration should be there. Inspiration that should come from within you. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരണം. A burning passion ആയിട്ട് അത് വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാം അതിനെ അസിസ്റ്റ് ചെയ്യാനുണ്ടാവും. Interest will be there, concentration will be there, focus will be there, everything will be there. നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു കംപ്ലൈന്റും പിന്നെ ഉണ്ടാവില്ല. ഫുട്ബോൾ കളിക്കാൻ പോകാറുണ്ടോ നിങ്ങളാണെങ്കിലും? ബോയ്സ് ഇഷ്ടമാണോ ഫുട്ബോൾ കളിക്കാൻ പോണെങ്കിൽ ഒരു മോട്ടിവേഷൻ കിട്ടുന്നില്ല. ഒരു മോട്ടിവേഷൻ ഫുട്ബോൾ കളിക്കാനുണ്ടോ? ഇല്ല. ഫേസ്ബുക്ക് നോക്കണം ഭയങ്കര ആഗ്രഹം ടീച്ചറെ, പക്ഷെ ആ ഒരു മോട്ടിവേഷൻ കിട്ടുന്നില്ല. നിങ്ങൾ ഞങ്ങൾക്കൊരു മോട്ടിവേഷൻ ക്ലാസ് എടുത്തില്ലോ ചോദിക്കാറുണ്ടോ? അതെന്താണോ? അതൊക്കെ ഒരു പണിയില്ലേ? അപ്പൊ അതൊക്കെ എന്താണ്?
comes from within you. ആ സ്ഥാനത്ത് നമ്മൾ നമ്മുടെ ഒരു പാഷനെ അവിടെ കൊണ്ടുവച്ചാണ്ടല്ലോ മക്കളെ, പിന്നെ നിങ്ങൾ തിരിഞ്ഞു നോക്കേണ്ട ഒരു അവസ്ഥയും വരില്ല. ഓക്കെ, സോ ഇറ്റ് ഷുഡ് കം ഫ്രം വിത്തിൻ യു, ദ പവർ ഓഫ് ഫോക്കസ്. യു വിൽ നെവർ സേ എനി എക്സ്ക്യൂസസ്. എന്താ നമ്മൾ ഹിന്ദു പേപ്പർ വായിച്ചോ? ടീച്ചർ ചോദിക്കാണ്, ഇന്ന് എത്ര പേര് ഹിന്ദു പേപ്പർ വായിച്ചു? വൈകുന്നേരം ക്ലാരിറ്റി ഗ്രൂപ്പില് 2-3 കഴിയുമ്പോൾ ഇങ്ങനെ പോകും. ചിലർ പറയും ഞങ്ങൾക്ക് ടെസ്റ്റ് പേപ്പർ ആയിരുന്നു. വേറെ ചിലർ പറയും വായിക്കണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു മിസ്, ഹോംവർക്ക് ഒക്കെ ചെയ്തപ്പോഴേക്കും സമയം പോയി. എന്തെങ്കിലുമൊക്കെ ഉടായിപ്പ്, അതിനാണ് ഇംഗ്ലീഷിലെ എക്സ്ക്യൂസസ് എന്ന് പറയുന്നത്. ഉടായിപ്പിന്റെ ഇംഗ്ലീഷാണ് എക്സ്ക്യൂസസ്. ഈ സാധനം വന്ന് നമ്മൾ കഴിയും. പക്ഷേ ബേണിംഗ് ഡിസയർ അവിടെ ഉണ്ടെങ്കിൽ രാത്രി 12 മണി വരെ നിങ്ങൾ ഹോംവർക്ക് ചെയ്താലും 12 മുതൽ 1 മണി വരെ നിങ്ങൾ ഉണ്ടല്ലോ പൊത്തി ഇരുന്നിട്ട് എന്ത് ചെയ്യും? ആ പേപ്പർ വായിച്ചിരിക്കും. ഇപ്പൊ നിങ്ങള് 12 മുതൽ 2 മണി വരെയും 3 മണി വരെയും നിങ്ങൾ എന്ന് പറയുന്നത് പൊതുവെ സ്റ്റുഡന്റ് കമ്മ്യൂണിറ്റി മൊബൈലിന്റെ വെളിച്ചത്തിലാണ്. 3 മണി 4 മണി വരെയൊക്കെ ഞങ്ങള് ഈ ഓൺലൈൻ പഠനത്തിന്റെ സമയത്ത് വെറുതെ കുട്ടികൾക്ക് ഒരു നമ്പർ ഇടാൻ വേണ്ടിയിട്ട് 3 മണി 4 മണിയൊക്കെ ആവുമ്പോൾ വെറുതെ ഹായ് ഇട്ടു. ഞാൻ വെറുതെ ഹായ് ഇട്ടു. മൂത്രമൊഴിക്കാൻ ഇരിക്കുമ്പോഴേ മുടക്കൊന്നുമില്ലല്ലോ, ഒരു ഹായ് ഇട്ടു ഗ്രൂപ്പില്. അപ്പൊ 4-5 പെട്ടെന്ന് ഹായ് ഈ വെളിച്ചത്തിലാണ് ആ സമയം. ബിക്കോസ് അത് ഉള്ളിൽ നിന്ന് വരുന്ന തോന്നലാണ്. മോട്ടിവേഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്ത് നല്ല ഒരു ഗെയിം കളിക്കുന്നത്. ഓക്കെ, സോ പ്ലീസ് ഡു ഇറ്റ്. ദ പവർ ഓഫ് ഫോക്കസ് ഹാസ് ദ പവർ which never makes you say any excuse at all in your life. ഒരു എക്സ്ക്യൂസ് നിങ്ങൾ പറയില്ല. ഇൻട്രസ്റ്റ് ഫുട്ബോൾ കളിക്കുന്ന പണ്ട് നമ്മുടെ ഒരു സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു. കാല് കെട്ടിയിരിക്കുകയാണ്. പിറ്റേ ദിവസം വൈകി വരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, അല്ലടാ ഇന്ന് ഫുട്ബോൾ കോച്ചിങ് ഇല്ല, എന്റെ കൈ ഇല്ല സത്യാന്നിട്ടും പോയി. അത് ഞൊണ്ടിട്ടോ പ്രാക്ടീസിന് പോയി. ഓന്റെ കൈയിന്റെ ഇവിടെ ഒരു മുട്ട സൂചി കൊണ്ട് നാളെ ടെസ്റ്റ് പേപ്പർ ആണെങ്കിൽ അത് വരഞ്ഞാ മറ്റല്ലോ എഴുതാൻ പറ്റുന്നില്ല. കയ്യിലോ മൂവിയാണ്. That is the difference between your passion and a process in which you have no interest at all. Now, അങ്ങനെ burning desire ഉണ്ടെങ്കിൽ you will have interest, you will get concentration, you will get inspiration, no addiction to anything. നേരത്തെ പറഞ്ഞ സാധനമല്ലേ, അതിനോടൊന്നും ഒരു അഡിക്ഷൻ ഉണ്ടാവില്ല. ഇങ്ങനെ വളർന്നാണ് മലാഖത്ത് കുന്ന എവറസ്റ്റിന്റെ മുകളിൽ എത്തിയത്. ഇറാ സിക്കാർ ഇന്ത്യയിലെ 1ാം റാങ്കിൽ എത്തിയത്. ഓക്കെ, സ്റ്റീഫൻ ഹോക്കിംഗ് അത് പഠിച്ചപ്പോൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. ഓക്സ്ഫോർഡിലും കേംബ്രിഡ്ജിലും ഒക്കെ കിട്ടിയിട്ട് 3-2 കൊല്ലം മഹാബോറാണെന്ന് പറഞ്ഞ വ്യക്തിക്കാണ് ആമിയോട്രോഫിക് ലാക്രമൽ സ്ക്ലീറോസിസ് എന്ന് പറയുന്ന ഗുരുതര രോഗം ബാധിച്ച് 2 വർഷത്തിനുള്ളിൽ നിങ്ങൾ മരിച്ചു പോകുമെന്ന് ഡോക്ടർമാർ പറഞ്ഞപ്പോൾ അങ്ങനെ ആരും അറിയാത്ത ഒരുവനായി മരിക്കാൻ ഞാൻ തയ്യാറല്ല, ഐ വാണ്ട് ടു ഡു സംതിങ് ഫോർ ദി വേൾഡ് എന്ന് പറഞ്ഞുകൊണ്ട് 55 വർഷം 2 കൊല്ലം കൊണ്ട് തട്ടിപ്പോകുമെന്ന് പറഞ്ഞ വൈദ്യശാസ്ത്രത്തെ കൊഞ്ഞനം കുത്തിക്കൊണ്ട് നീണ്ട 55 വർഷം നമ്മുടെ കൂടെ ലോകത്തെ ഏറ്റവും നല്ല ഫിസിസിസ്റ്റ് ആയിട്ട് ജീവിച്ചു സ്റ്റീഫൻ ഹോക്കിംഗ്. അതാണ് പറഞ്ഞത് ഡിറ്റർമിനേഷൻ, വിൽ പവർ എന്നൊക്കെ പറയുന്നത്. വിതൗട്ട് പെയിൻ നോ ഗെയിൻ വിൽ ബി ദർ. ശരിയാണ്, അതിരാവിലെ എണീറ്റ് പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. ബട്ട് ദ ഗെയിൻ ഈസ് ദർ. ഓക്കെ, രാവിലെ കിടന്നുറങ്ങിയാൽ ഈ ഗെയിൻ ഉണ്ടാവും. ഗെയിൻ വിൽ ബി ദർ, നോ അതർ ഗെയിംസ്. വേറെ ഗെയിനൊന്നും ഉണ്ടാവില്ലേ? വെറുതെ തിന്നു ഉറങ്ങി നിന്നാ വെയിറ്റ് ഗെയിൻ വിൽ ബി ദർ, എളുപ്പത്തിൽ കിട്ടും. But if you want to gain something in your life, please be ready to accept something which are painful. Okay, temporary pleasure for permanent pain. That is what nowadays people are doing. എല്ലാ ആളുകളും ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് ഫോർ ഒരു വീഡിയോ കാണുന്നുണ്ടാവുന്ന ഒരു നൈമിഷികമായ ഒരു മൊമെന്ററി പ്ലഷറിന് വേണ്ടിയിട്ട് ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ കിട്ടുന്ന ഒരു ലൈക്ക്, ആ ഒരു മൊമെന്റ്, ഈ ലൈക്ക് കൊണ്ടുപോയി തൂക്കി വിറ്റാൽ മക്കളെ എന്തെങ്കിലും കിട്ടുമോ? പുഴുങ്ങി തിന്നാൻ പറ്റുമോ? ഓഫ് നോ യൂസ് അറ്റ് ഓൾ. പക്ഷെ ഇതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഫോർ എ ടെമ്പററി
pressure. We are going to accept permanent pain. ജീവിതത്തിൽ ഒന്നും നേടാനാവാതെ നമ്മളിങ്ങനെ തളർന്ന് വിറങ്ങലിച്ച് നിൽക്കേണ്ടി വരും. ചെറിയ ഈ ത്രില്ലിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ജീവിതം തുലയ്ക്കരുത്. ദിസ് ഈസ് ദ, ഇത് ഞാൻ പറഞ്ഞ പ്രിൻസിപ്പിൾ അല്ല, ദിസ് ഈസ് ദ വെരി ഫേമസ് pleasure pain principle. That is, temporary pleasure gives you permanent pain, whereas temporary pain leads to permanent pleasure. Clarity കിട്ടണമെന്നുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു ബേണിംഗ് ഡിസൈർ, ഇനി നമ്മൾ സംഭവം ഒന്നല്ല, പുതിയ വാക്കുകൾ വെച്ചു. എന്താണ് ക്ലാരിറ്റി കിട്ടണമെന്നുള്ള ബേണിംഗ് ഡിസൈർ ഉണ്ടെങ്കിൽ you are ready to sacrifice all the temporary pleasures in order to get the permanent pleasure. Le temporary pleasures ella nammal oyivakkum endinu venditana permanent, the ultimate pleasure in our life. Okay, excuses പറയുന്നതിനുള്ള കാരണം ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഇനി പറയുന്നില്ല. Just this one, if you want to do something in your life, all the doors will be open to you. Am I right? നിങ്ങൾ ശരിക്കും ഒരു ഡിറ്റർമിനേഷനോടുകൂടി ഇത് ഞാൻ ചെയ്യുമെന്ന് തീരുമാനിച്ചാൽ നമ്മളിങ്ങനെ കാണാം. Just like our Paulo says, നിങ്ങൾ ആത്മാർത്ഥമായ ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ പ്രപഞ്ചം മുഴുവൻ അതിനു വേണ്ടി മുൻവരും. All the doors will be open before you. മാത്രമല്ല, നിങ്ങൾക്ക് ആരെയും കുറ്റപ്പെടുത്തേണ്ടി വരില്ല. നമ്മൾ ഏറ്റവും ചെലവില്ലാതെ മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുന്ന ഒരു സാധനമുണ്ട്. എന്താണത്? കുറ്റപ്പെടുത്തും. ഉമ്മ കാരനാണ് ഞാൻ ഇങ്ങനെ, ആ ടീച്ചർ കാരനാണ് എന്റെ മാർക്ക് പോയത്, ആ മാഷ് കാരനാണ്, ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഞാൻ ചേർന്നോണ്ടാണ്. We are pointing our sharp fingers at each and every person and inflicting pain upon them. ഇതൊരു ക്രൂരത നോക്കി. നമ്മളെ ജീവിതം തുമ്പില്ലാണ്ടാക്കിയിട്ട് നമ്മളിങ്ങനെ നിരത്തി നിർത്തി ഓരോരുത്തർ വധിക്കുകയാണ്. What a cruelty it is actually. So never do like that. അതിന് പകരം നമ്മൾ എന്ത് ചെയ്താൽ മതി? We should have the burning desire to achieve permanent pleasure. Every morning in front of us there are two options. Which are they? Get up and catch your dreams. Enigla, because your dream will never let you to sleep. ഉണരണ്ട. അല്ലെങ്കിൽ ഉണരണ്ടേ. കാരണം എന്താണ്? നിന്റെ സ്വപ്നം ഇതല്ലേ? Clap. So get up and catch your dreams. Oh, there is another one. What is it? Go back to bed and see your dreams. വെറുതെ കിടന്നുറങ്ങുക, മൂടി പറിച്ച്, എന്നിട്ട് എന്ത് ചെയ്യാം? വരുന്ന സ്വപ്നങ്ങളൊക്കെ കാണാം. എന്ത് രസമാണ്, ഒരു പണിയില്ല. But remember, there is no gain without any pain. Okay, ഇങ്ങനെ നമ്മളൊരു നിലയ്ക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും, ഇന്ന് ഞാൻ ഓടിപ്പറിച്ച് ഉറങ്ങണോ ഞാൻ വർക്ക് ചെയ്യണം. You can decide. So remember, this is only a preparatory stage. So get up and yes, that's it. This bird